എല്ലാവർക്കും എല്ലാ ഡ്രസ്സ് ഇടാനുള്ള അവകാശമൊക്കെ ഉണ്ട്. ആ, അത് നിങ്ങൾ മറക്കണ്ട. പിന്നെ പൈസക്കാരനെ പോലെ പാവപ്പെട്ടവന് ചിലപ്പോൾ വാങ്ങാൻ കയ്യിൽ പൈസ ഉണ്ടാവില്ല, അത്രേ ഉണ്ടാവുള്ളൂ വ്യത്യാസം. പക്ഷേ പൈസക്കാരനെ പോലെ ഡ്രസ്സ് ഇടാനുള്ള അവകാശം പാവപ്പെട്ടവനും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. പിന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് എത്തി നോക്കിയിട്ട് ഈ നുണ പറച്ചിൽ അങ്ങ് നിർത്തിക്കോ. നിങ്ങളുടെ വീട്ടിൽ എന്തും ആവാം, അപ്പുറത്തെ വീട്ടിലേക്ക് ഒന്നും ആവാൻ പറ്റൂല. ഈ സ്വഭാവം നിർത്തിക്കോ. ഇതിനെ കണ്ണുകടി എന്ന് പറയാം, അസൂയ, കഷണ്ടി. ഇതിനൊന്നും മരുന്ന് ആരും കണ്ടുപിടിച്ചിട്ടില്ല. അല്ല, നിങ്ങളെ വീട്ടിലേക്ക് വന്ന് കയറിയോട് മര്യാദയോടെ പെരുമാറാൻ നമുക്കറിയാം. പക്ഷെ നമ്മളോട് മര്യാദയില്ലാതെ പെരുമാറിയാൽ നമ്മൾ തിരിച്ചു അങ്ങനെ പ്രതികരിക്കും. പിന്നെ നിങ്ങൾ മര്യാദയില്ലാതെ സംസാരിക്കുമ്പോൾ നിങ്ങളെ കാലെ പിടിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഒന്ന് പോയാട്ടെ. ഇനി ഞാൻ തങ്കമണിനെ കാണാൻ നിൽക്കുന്നില്ല. നീ പറഞ്ഞതെല്ലാം കേട്ടിട്ട് എനിക്ക് തല പെരുത്തും. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ട. ഞാൻ പോവേന്നു. നിങ്ങളോടാ ഞാൻ പറഞ്ഞിനി? നിങ്ങൾ എന്നോടല്ലേ പറഞ്ഞിനി? നിങ്ങളുടെ ഡ്രസ്സ് എന്നാ നീ മാക്സി ഇട്ടുകൊണ്ട് നടന്നതല്ലേ, നിനക്ക് ചേരുന്നില്ല എന്തെല്ലാം നിങ്ങൾ പറഞ്ഞിനി. ഇപ്പം നിങ്ങളെ വീട്ടുകാർ ശീലിച്ചതാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ എത്ര മര്യാദയോടെ നിങ്ങളോട് സംസാരിച്ചത്. അമ്മ പുഷ്പേച്ചിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുക ഞാൻ പറഞ്ഞിട്ടേ. ഇനി ഈ മര്യാദ ഒന്നും പ്രതീക്ഷിക്കണ്ട നിങ്ങൾ. നിങ്ങൾ അല്ലെങ്കിലും എന്റെ അമ്മ വരുന്ന കാത്ത് നിൽക്കണ്ട. ഇത് കേൾക്കാനാ ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നത്. എന്റെ രമണിയേച്ചി, നിങ്ങൾ രാവിലെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നതെന്ന് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഈ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ എന്തെങ്കിലും മര്യാദകേടായിട്ട് സംസാരിച്ചിരുന്നു നിങ്ങളോട്? കയറിയിരിക്ക്, അമ്മ പുഷ്പേച്ചിയുടെ അടുത്ത് പോയി എന്നല്ലേ പറഞ്ഞത്. പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ട് ഇങ്ങനെ പറയുന്നത്? നിങ്ങളല്ലേ വന്ന് കയറിയിട്ട് എന്നോട് മര്യാദകേടായിട്ട് സംസാരിച്ചിനി. നിന്റെ ഡ്രസ്സ് കുറവില്ല, നിനക്ക് മേക്സിയോ ചുരിദാറോ ഇട്ടാൽ പോരെ, ഇത് നിനക്ക് ചേരുന്നില്ല, ഇങ്ങനെയൊക്കെ ഒരു വീട്ടിൽ കയറി വന്നിട്ട് പറയല്. നിങ്ങളോട് ഇപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്തെല്ലാം ഭോഗം ഉണ്ടാക്കും. നമ്മളായതുകൊണ്ട് ഇത്രയെങ്കിലും സംസാരിച്ചു. പിന്നെ നിങ്ങൾ രാവിലെ ഞാൻ ഇത് കേൾക്കാനാ വന്നതെന്നല്ലേ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ സംസാര രീതി മാറ്റ്. എന്നാൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ നന്നായിട്ട് സംസാരിക്കും. നമ്മളോട് മര്യാദകേടായിട്ട് സംസാരിക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യല്? പ്രായത്തിന് മുതിർന്നവരെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളോട് മോശമായി സംസാരിക്കുമ്പം പ്രായത്തിന് ഇളയവരായാലും സംസാരിച്ച് പോകും. സംസാരിക്കാനല്ലേ ദൈവം നാവ് തന്നിനി. അനാവശ്യം പറയാനല്ലല്ല, ഞാൻ ആവശ്യത്തിന് ഉത്തരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മോശമായിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ഏതായാലും നീ പറഞ്ഞതല്ല എനിക്ക് കുറച്ചെല്ലാം മനസ്സിലായി. പൈസക്കാർക്കും പാവപ്പെട്ടവർക്കും അങ്ങനത്തെ ഡ്രസ്സൊന്നുമില്ല, എല്ലാവർക്കും എല്ലാ ഡ്രസ്സും ഇടാനും പറ്റും. എനിക്ക് നീ പറഞ്ഞ പിന്നെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. തങ്കമണി പുഷ്പനെ കണ്ടിട്ട് വരുന്നവരെ ഞാനിവിടെ ഇരിക്കാം, കസേര നമ്മളെ ഇവിടെ ഇരിക്കാം. ഇത്രയും പറഞ്ഞിട്ട് ഒരു കൂസലും ഇല്ലല്ലോ. അമ്മ വരുന്ന വരെ ഇരിക്കാലോ, കസേര ഇട്ട് തരാമല്ലോ. ഇങ്ങനെ മനുഷ്യരുണ്ടാ ഈ ലോകത്ത്? ഇവരെല്ലാം എങ്ങനെ വീട്ടിലില്ലവര്? ഞാൻ കസേര എടുത്തിട്ട് വരേ.